ഒരു RSSകാരനാണ് അദ്ദേഹം. RSS എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ശരിക്കും ട്രൗസർ ഇട്ട് ശാഖയിൽ പോയി വളർന്നു വന്ന RSകാരനാണ് ആർലേക്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ഫാദർ ഫിഗർ എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഈ സാവർക്കറെ കാണുന്നത്. അങ്ങനെ ഒരാൾ ഒരു മോശം ഷെയ്ഡിൽ നിർത്തുന്ന ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ബാനർ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആർലേക്കറെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, അദ്ദേഹം ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരം എൻകൗണ്ടേഴ്സ് ഇനിയും അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം സാവർക്കറെ ഒരു ഹീറോ ആയിട്ട് കാണുന്ന ഒരാൾക്ക് മലയാളികളോട് സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. കാരണം സാവർക്കർ അങ്ങനെയല്ല പൊതുവെ മലയാളി കാണുന്നത്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബൗദ്ധിക മണ്ഡലത്തിൽ സാവർക്കറിൻ്റെ സ്ഥാനം അങ്ങനെയല്ല. അദ്ദേഹം എന്താണ്, ഷൂ വർക്കർ എന്നുള്ളതാണ്. സാവർക്കർ എന്ന് സോഷ്യൽ മീഡിയയിൽ പറയാറില്ല, ഷൂ വർക്കർ എന്നാണ്. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ അവർക്ക് ഡസൻ കണക്കിന് മാപ്പപേക്ഷകൾ എഴുതി കൊടുത്ത് പുറത്ത് വന്നു ബ്രിട്ടീഷുകാരുടെ ഇൻസെൻറ്റീവ് പെൻഷനോ അത് പറ്റി ജീവിച്ച, അലവൻസ് പറ്റി ജീവിച്ച ഒരാൾ. അദ്ദേഹത്തെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുക എന്നുള്ളതായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ഊർജ്ജം കളയുന്നതിന് പകരം ആ ഊർജ്ജം മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് വിനിയോഗിക്കണം എന്ന് ആഗ്രഹിക്കുകയും എന്ന് ഹിന്ദു യുവാക്കളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ. അങ്ങനെ ഒരാളെ ആ നിലക്ക് തന്നെയാണ് മലയാളി സാമാന്യമായിട്ട് മനസ്സിലാക്കുകയും പരിശോധിക്കുകയും ചെയ്തത്. അപ്പോൾ ആർലേക്കർ ഒരു സാവർക്കർ ഭക്തനായിട്ട് നിൽക്കുന്നു. പക്ഷേ അദ്ദേഹം ഗവർണറായിരുന്ന സംസ്ഥാനത്ത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിത്രം മാറ്റുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു എൻകൗണ്ടർ അല്ലെങ്കിൽ ഈ ഒരു ക്ലാഷ് ഇനി നമ്മൾ പ്രതീക്ഷിക്കണം. SFIയെ സംബന്ധിച്ചിടത്തോളം SFI നോക്കൂ, എന്തിൻ്റെ പേരിലാണ് SFI ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സമരത്തിനിറങ്ങിയത്? ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയല്ല, ഈ ചാൻസലർ എന്ന് പറയുന്ന ഓഫീസ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ സ്റ്റാലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ഒരു റോളുമില്ലാത്ത വിധം ചാൻസലറുടെ ഏകപക്ഷീയമായ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. നിയമപരമായി അദ്ദേഹത്തിന് സാധിക്കും. അതാണ് ഇതിലൊരു പ്രശ്നം. കാരണം യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറായിട്ട് ഗവർണർ വെച്ചിരിക്കുകയാണ്. ആ നിയമം മാറ്റാൻ ഈ സർക്കാരിന് സാധിക്കുമായിരുന്നു. പക്ഷേ അതിനുവേണ്ടി സമയത്ത് നടപടിയെടുത്തില്ല. അപ്പം ആ ഒരു പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ചാൻസലറുടെ ഇടപെടൽ, അതിനെതിരെയാണ് SFI സമരം ചെയ്തത്. ഇപ്പോൾ നേരത്തെയുള്ള ചാൻസലർ നിശ്ചയിച്ച വൈസ് ചാൻസലർമാരാണ് ഇപ്പോഴും ഭരിക്കുന്നത്. അപ്പോൾ ആ ഇടപെടൽ ആർലേക്കർ തുടരുമോ? ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അതേ സ്വഭാവത്തിൽ തുടരുന്നുവെങ്കിൽ SFI അതിനോട് എന്ത് പൊസിഷൻ സ്വീകരിക്കും എന്നുള്ളതായിരിക്കും SFIൻ്റെ മുമ്പിലെ ചലഞ്ച്. അപ്പോൾ അതിൽ അജിംസ് ഇവിടെ പറഞ്ഞ കുറച്ച് ഡ്യൂബിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇപ്പോൾ സർക്കാർ എന്നുള്ള പിണറായി വിജയനും ആർലേക്കറും തമ്മിലൊരു ബന്ധം, അദ്ദേഹം ഒരു ഇടനിലക്കാരനെ പോലെ നിർമ്മലാ സീതാരാമനുമായുള്ള ചർച്ചയിൽ വന്നിരിക്കുന്നു. ആ സാധാരണമായുള്ള അപൂർവമായിട്ടുള്ളൊരു ദൃശ്യമാണത്. അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ എന്താണ് ഇവർ തമ്മിലുള്ള പരിപാടി എന്ന് ആളുകൾ സംശയിക്കുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ SFI എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഇടപെടലിനോട് SFI എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.